ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ മുമ്പ് കോഡ് വെച്ച് കുറച്ച് ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലേക്ക് കടക്കാം. ലോകാരോഗ്യ സംഘടന എംപോക്സ് എന്ന് പേര് മാറ്റാൻ തീരുമാനിച്ച രോഗബാധ മങ്കി പോക്സ്. ലോകാരോഗ്യ സംഘടന എംപോക്സ് എന്ന് പേര് മാറ്റാൻ തീരുമാനിച്ച രോഗബാധ മങ്കി പോക്സ്. നവംബറിൽ പൊട്ടിത്തെറിച്ച ലോകത്തിലെ ഏറ്റവും വലിയ സജീവ അഗ്നിപർവ്വതം മൗന ലോവ. നവംബറിൽ പൊട്ടിത്തെറിച്ച ലോകത്തിലെ ഏറ്റവും വലിയ സജീവ അഗ്നിപർവ്വതം മൗന ലോവ. 2022 മിസ് എർത്തായി തിരഞ്ഞെടുക്കപ്പെട്ട വനിത മിന സ്യൂ ചോയ്. 2022 മിസ് എർത്തായി തിരഞ്ഞെടുക്കപ്പെട്ട വനിത മിന സ്യൂ ചോയ്. തുടർച്ചയായി 5 ഫിഫ ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന റെക്കോർഡ് നേടിയ പുരുഷ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. തുടർച്ചയായി 5 ഫിഫ ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന റെക്കോർഡ് നേടിയ പുരുഷ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. രാജ്യാന്തര ഫുട്ബോൾ ഭരണ സംഘടന ഫിഫയുടെ പ്രസിഡന്റായി 3ാം വട്ടവും നിയമിതനായ വ്യക്തി ജിയാനി ഇൻഫന്റിനോ. രാജ്യാന്തര ഫുട്ബോൾ ഭരണ സംഘടന ഫിഫയുടെ പ്രസിഡന്റായി 3ാം വട്ടവും നിയമിതനായ വ്യക്തി ജിയാനി ഇൻഫന്റിനോ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗവേഷണ വികസന രംഗത്തെ ആഗോള സഹകരണ കൂട്ടായ്മയായ GPAIU അധ്യക്ഷ പദവി ലഭിച്ച രാജ്യം ഇന്ത്യ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗവേഷണ വികസന രംഗത്തെ ആഗോള സഹകരണ കൂട്ടായ്മയായ GPAIUയുടെ അധ്യക്ഷ പദവി ലഭിച്ച രാജ്യം ഇന്ത്യ. ഐക്യരാഷ്ട്ര സംഘടനയുടെ പരമോന്നത പാരിസ്ഥിതിക പുരസ്കാരമായ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് നേടിയ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തക പൂർണിമ ദേവി ബർമൻ. ഐക്യരാഷ്ട്ര സംഘടനയുടെ പരമോന്നത പാരിസ്ഥിതിക പുരസ്കാരമായ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് നേടിയ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തക പൂർണിമ ദേവി ബർമൻ. ഇപ്പോൾ പൂർണിമ ദേവി ബർമൻ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതി പ്രവർത്തക, അങ്ങനെയും ചോദിക്കാം. ലിസ്റ്റ് എ ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ ഇന്ത്യൻ താരം നാരായൺ ജഗദീശൻ. ലിസ്റ്റ് എ ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ ഇന്ത്യൻ താരം നാരായൺ ജഗദീശൻ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് പദവിയിലെത്തുന്ന ആദ്യ വനിത PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് പദവിയിലെത്തുന്ന ആദ്യ വനിത PT ഉഷ. പ്രപഞ്ചത്തിലെ ആദ്യകാല നക്ഷത്രങ്ങളെക്കുറിച്ചും ഗാലക്സികളെക്കുറിച്ചും സൂചന നൽകിയ ഇന്ത്യയുടെ റേഡിയോ ടെലസ്കോപ്പ് സരസ് 3. പ്രപഞ്ചത്തിലെ ആദ്യകാല നക്ഷത്രങ്ങളെക്കുറിച്ചും ഗാലക്സികളെക്കുറിച്ചും സൂചന നൽകി ഇന്ത്യയുടെ റേഡിയോ ടെലസ്കോപ്പ് സരസ് 3. നവംബറിൽ 9 ഉപഗ്രഹങ്ങളെ വിജയകരമായ ഭ്രമണപഥത്തിലെത്തിച്ച ഇസ്രോ ദൗത്യം PSLV-C54. നവംബറിൽ 9 ഉപഗ്രഹങ്ങളെ വിജയകരമായ ഭ്രമണപഥത്തിലെത്തിച്ച ഇസ്രോ ദൗത്യം PSLV-C54. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ സ്പേസ് വെഹിക്കിൾ ലോഞ്ച് പാഡ് നിലവിൽ വന്നതെവിടെ? ശ്രീഹരിക്കോട്ട. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ സ്പേസ് വെഹിക്കിൾ ലോഞ്ച് പാഡ് നിലവിൽ വന്നത് എവിടെ? ശ്രീഹരിക്കോട്ട. തുടർച്ചയായി വിജയകരമായ 200ാം വിക്ഷേപണം നടത്തിയ ഇന്ത്യൻ നിർമ്മിത സൗണ്ടിംഗ് റോക്കറ്റ് രോഹിണി. തുടർച്ചയായി വിജയകരമായ 200ാം വിക്ഷേപണം നടത്തിയ ഇന്ത്യൻ നിർമ്മിത സൗണ്ടിംഗ് റോക്കറ്റ് രോഹിണി. ലോക ചലച്ചിത്ര മേഖലയിലെ ആജീവനാന്ത സംഭാവനയ്ക്ക് സത്യജിത് റായ് പുരസ്കാരം നേടിയ സ്പാനിഷ് സംവിധായകൻ കാർലോസ് സൗറ. ലോക ചലച്ചിത്ര മേഖലയിലെ ആജീവനാന്ത സംഭാവനയ്ക്ക് സത്യജിത് റായ് പുരസ്കാരം നേടിയ സ്പാനിഷ് സംവിധായകൻ കാർലോസ് സൗറ. ബംഗാളിൻ്റെ പുതിയ ഗവർണറായി നിയമിതനായ മലയാളി CV ആനന്ദബോസ്. ബംഗാളിൻ്റെ പുതിയ ഗവർണറായി നിയമിതനായ മലയാളി CV ആനന്ദബോസ്. ഈ വർഷം അർജുന പുരസ്കാരത്തിന് അർഹനായ മലയാളി ബാഡ്മിൻ്റൺ താരം HS പ്രണോയ്. ഈ വർഷം അർജുന പുരസ്കാരത്തിന് അർഹനായ മലയാളി ബാഡ്മിൻ്റൺ താരം HS പ്രണോയ്. ഈ വർഷം അർജുന പുരസ്കാരത്തിന് അർഹനായ മലയാളി ട്രിപ്പിൾ ജംപ് താരം എൽദോസ് പോൾ. ഈ വർഷം അർജുന പുരസ്കാരത്തിന് അർഹനായ മലയാളി ട്രിപ്പിൾ ജംപ് താരം എൽദോസ് പോൾ. 2023 അർജുന പുരസ്കാരം നേടിയ ബാഡ്മിൻ്റൺ താരം HS പ്രണോയ്. 2023 അർജുന പുരസ്കാരം നേടിയ ട്രിപ്പിൾ ജംപ് താരം മലയാളി ട്രിപ്പിൾ ജംപ് താരം എൽദോസ് പോൾ. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.